ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ടു JFT ചാനൽ. കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിലേക്ക് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തത് ഫാർമസിസ്റ്റിലേക്കാണ് ഒരു ഒഴിവ്, 2 റിസപ്ഷനിലേക്കാണ് ഒരു ഒഴിവ്, 3 സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 3 അതിലേക്ക് 9 ഒഴിവ്. ഈ 9 ഒഴിവിലും ചിലതിന് റിസർവേഷൻ ഉണ്ട്. ജനറൽ കാറ്റഗറിക്ക് ഒരു ഒഴിവ്, URലേക്ക് ഒരു ഒഴിവ്, SCയിലേക്ക് 2 ഒഴിവ്, STയിലേക്ക് ഒരു ഒഴിവ്, OBCയിലേക്ക് 3 ഒഴിവ്, EWSലേക്ക് ഒരു ഒഴിവ്. അടുത്ത 4ാമത്തെ തസ്തിക അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പറിലേക്കാണ്, അതിൽ ഒരു ഒഴിവാണ്. കോപ്പി ഹോൾഡറിലേക്ക് അടുത്ത് ഒരു ഒഴിവ്, ഫീഡറിലേക്ക് ഒരു ഒഴിവ്, ലബോറട്ടറി അറ്റൻഡൻറ്റിലേക്ക് ഒരു ഒഴിവ്, അനിമൽ അറ്റൻഡൻറ്റിലേക്ക് ഒരു ഒഴിവ്. ലാസ്റ്റത്തെ തസ്തികയായ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് 4 ഒഴിവാണ്. അതിൽ SCക്ക് ഒരു ഒഴിവ്, OBCക്ക് ഒരു ഒഴിവ്, EWSലേക്ക് ഒരു ഒഴിവ്, ജനറൽ കാറ്റഗറിക്ക് ഒരു ഒഴിവ്. അപ്പോൾ എല്ലാ തസ്തികയും ടോട്ടലായിട്ട് 9 തസ്തികയാണ് ഉള്ളത്. അതിൽ ടോട്ടലായിട്ട് 20 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ 9 തസ്തികകളിലേക്കും എല്ലാ വിഭാഗക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതായത് SCക്കും OBCക്ക്, ജനറൽ കാറ്റഗറി, EWS എല്ലാ വിഭാഗക്കാർക്കും ഈ പറഞ്ഞ 9 തസ്തികകളിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ തസ്തികയായ ഫാർമസിസ്റ്റ്, ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത്, ഇതിനകത്ത് എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാം, ഡിസേറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാം. അപ്പോൾ ഒന്നാമത്തത് ഫാർമസിസ്റ്റിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഡിപ്ലോമ ഇൻ ഫാർമസി പഠിച്ചിട്ടുള്ളവർക്കും ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്കും ഒന്നാമത്തെ തസ്തികയായ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഈ ക്വാളിഫിക്കേഷൻ ഇല്ല എങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഡിഗ്രി ഇൻ ഫാർമസി പഠിച്ചിട്ടുള്ളവർക്ക് അവർക്ക് അത് മാത്രം മതി, ഡിസേറബിൾ അതുണ്ടെങ്കിലും ഈ ഒന്നാമത്തെ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനകത്ത് എസെൻഷ്യലും ഡിസേറബിളും ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് മതി, അതുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ തസ്തികയായ റിസപ്ഷനിസ്റ്റ്, ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ മിനിമം 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ 12ാം ക്ലാസ്സോ, 10ാം ക്ലാസ് ആയാലും കുഴപ്പമില്ല, 12ാം ക്ലാസ് ആയാലും കുഴപ്പമില്ല, പാസ്സായിരിക്കണം. പിന്നെ EPABXൻ്റെ സർട്ടിഫിക്കറ്റ്, അതായത് ടെലിഫോൺ ഓപ്പറേറ്ററിൻ്റെയും അതുപോലെ തന്നെ EPABX ജംഗ്ഷൻ ബോർഡൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ ഈ യോഗ്യതയുള്ളവർക്ക് റിസപ്ഷൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ആ തസ്തികയിൽ തന്നെ ഡിസേറബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ ആർട്സിലോ സയൻസിലോ ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞ രണ്ടാമത്തെ തസ്തികയായ റിസപ്ഷനിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ തസ്തിക സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 3 തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്, 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ സ്പീഡ് ഇൻ ഷോർട്ട് ഹാൻഡ് 80 വേർഡ്സിൽ സ്പീഡ് ഉണ്ടായിരിക്കണം. പിന്നെ സ്പീഡ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഏകദേശം മിനിറ്റിൽ 40 വേർഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മൂന്നാമത്തെ തസ്തികയായ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 3 തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 4ാമത്തെ തസ്തിക അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്, 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഇത് സ്റ്റോർ കീപ്പർ ജോലി ആയതുകൊണ്ട് തന്നെ ആ ഫീൽഡുകളിൽ ചെക്ക് ചെയ്യാനും അതിനെ ബില്ലിംഗ് ചെയ്യാനും ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോറിൻ്റെ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനൊക്കെ നല്ലതുപോലെ ഹാൻഡിൽ ചെയ്യാനുള്ള അറിയാവുന്ന വ്യക്തിയായിരിക്കണം. സ്റ്റോർ ഫീൽഡിനെ കുറിച്ച് നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന വ്യക്തിയായിരിക്കണം. അപ്പോൾ മിനിമം 10ാം ക്ലാസ് യോഗ്യതയും സ്റ്റോർ കീപ്പർ ഹാൻഡിൽ ചെയ്യാൻ അറിയാമെങ്കിൽ 4ാമത്തെ തസ്തികയായ അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 5ാമത്തെ തസ്തിക കോപ്പി ഹോൾഡറാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത്, ഇതിന് എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 12ാം ക്ലാസ് യോഗ്യത, 12ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് കോപ്പി ഹോൾഡർ ഇൻ ഓർഗനൈസേഷൻ ഓഫ് റിപ്യൂട്ട് 2 വർഷത്തെ കോപ്പി ഹോൾഡറിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം.
അങ്ങനെയുള്ളവർക്ക് അഞ്ചാമത്തെ തസ്തികയായ കോപ്പി ഹോൾഡറിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ തന്നെ ഡിസേബിൾ ആയിട്ടുള്ള യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം ഹിന്ദി നല്ലതുപോലെ അറിയാമെങ്കിൽ, ഹിന്ദി വായിക്കാനും നല്ലതുപോലെ എഴുതാൻ അറിയാമെങ്കിൽ അവർക്കും ഈ പറഞ്ഞ കോപ്പി ഹോൾഡറിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക ഫീഡർ തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്, 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഓപ്പറേഷൻ ഓഫ് ഓട്ടോമാറ്റിക്കും സെമി ഓട്ടോമാറ്റിക് ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങിനെ കുറിച്ച് നല്ലതുപോലെ അറിയാവുന്ന വ്യക്തിയായിരിക്കണം. ഈ പ്രസ്സിലൊക്കെ നല്ലതുപോലെ ഓഫ്സെറ്റ് പ്രിൻറ്റിങ്ങും സെമി ഓട്ടോമാറ്റിക് ഓഫ്സെറ്റിനെ കുറിച്ചൊക്കെ നല്ലതുപോലെ അറിയാവുന്ന വ്യക്തിയായിരിക്കണം. അപ്പോൾ മിനിമം 10ാം ക്ലാസ് യോഗ്യതയും 2 വർഷത്തെ നല്ലതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 6ാമത്തെ തസ്തികയായ ഫീഡർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക ലബോറട്ടറി അറ്റൻഡൻറ്റ് തസ്തികയാണ്. ഇതിന് എസെൻഷ്യലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സ്ഥാപനങ്ങളിൽ നേരത്തെ പിയൂണായിട്ടോ അനിമൽ അറ്റൻഡൻ്റായിട്ട് വർക്കൊക്കെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ തസ്തികയിലേക്ക് വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി അല്ലാതെ പുറത്തായിട്ടുള്ളവർ അപേക്ഷിക്കുന്നവരാണെങ്കിൽ, അല്ലാതെ ഈ ഫീൽഡിൽ ജോലി ചെയ്യാത്തവർ പുറത്തായിട്ടുള്ളവർ അപേക്ഷിക്കുകയാണെങ്കിൽ മിനിമം അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് 10ാം ക്ലാസ്സിൽ പാസ്സായിട്ടുള്ളവർക്ക് 7ാമത്തെ തസ്തികയായ ലബോറട്ടറി അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 8ാമത്തെ തസ്തികയായ അനിമൽ അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എസെൻഷ്യലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ പ്രൈമറി പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രൈമറി എന്ന് പറയുമ്പോൾ 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ 4ാം ക്ലാസ്സോ അങ്ങനെയുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡിസേബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്രൈമറി പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഈ അനിമൽ ഫീൽഡിനെ കുറിച്ച്, അത് ഏതെങ്കിലും ലബോറട്ടറിയിലോ വല്ല ഹോസ്പിറ്റലുകളിലോ അനിമൽ സംബന്ധമായിട്ട് അങ്ങനെയുള്ള ഫീൽഡുകളിൽ പരിചരിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ അനിമൽ അറ്റൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ അനിമലിനെ നല്ലതുപോലെ മൃഗങ്ങളെ പരിചരണം ഉള്ളവർക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ ഈ തസ്തികയിലേക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത് 9ാമത്തെ തസ്തികയായ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാം, 12ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാം. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കൂളായാലും കുഴപ്പമില്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്കൂളായാലും കുഴപ്പമില്ല. മിനിമം 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ പാസ്സായിട്ടുണ്ടെങ്കിൽ 9ാമത്തെ തസ്തികയായ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ പറഞ്ഞ 9 തസ്തികയുടെ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനകത്തൊക്കെ അനിമൽ അറ്റൻഡൻറ്റും ലബോറട്ടറി അറ്റൻഡൻറ്റും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞ് ജോലിയൊന്നും തള്ളിക്കളയരുത്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്. മാസത്തിൽ നല്ല ശമ്പളം തന്നെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 19,900 രൂപ മുതൽ 63,200 രൂപ വരെ കേന്ദ്ര സർക്കാർ ഈ ജോലിക്ക് വേണ്ടി ശമ്പളമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കേന്ദ്രത്തിൻ്റെ ഇതിനോടൊപ്പം തന്നെ മറ്റുള്ള ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് യോഗ്യരായിട്ടുള്ളവർ ഈ ജോലി അപേക്ഷിക്കുക. മാക്സിമം ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്തുക. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 1ാമത്തെ തസ്തികയായ ഫാർമസിസ്റ്റിലേക്ക് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ബാക്കിയുള്ള എല്ലാ തസ്തികയിലേക്കും 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ. പിന്നെ ഗവൺമെൻറ് റൂൾ അനുസരിച്ചുള്ള ഇളവ് ലഭിക്കുന്നതായിരിക്കും. അതിന് SC/ST-കാർക്കാണെങ്കിൽ 5 വർഷത്തെ ഇളവും OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പ്രായ ഇളവ് എല്ലാ തസ്തികകൾക്കും ലഭിക്കത്തില്ല. കാരണം സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 3 തസ്തികയ്ക്കും അതുപോലെ തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് മാത്രമേ ഉള്ളൂ മറ്റുള്ള വിഭാഗക്കാർക്ക് ഇളവ് ലഭിക്കത്തുള്ളൂ. കാരണം അതിനകത്ത് മാത്രമേ ഉള്ളൂ റിസർവേഷൻ കാറ്റഗറിക്ക് പ്രായത്തിൽ ഇളവ് ലഭിക്കത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ തസ്തികകൾക്കും മിനിമം 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ്. അപ്പോൾ ആ പ്രായത്തിലുള്ളവർക്കൊക്കെ അപേക്ഷിക്കാം. ഈ ജോലിക്ക് വേണ്ടി പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ്, സ്ത്രീകൾക്കും ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ആദ്യമേ ഒരു എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് തസ്തികയിലേക്കാണോ അപേക്ഷിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ജോലി നിങ്ങൾക്ക് അറിയാമോ എന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. ഉദാഹരണത്തിന് അനിമൽ അറ്റൻഡൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അനിമൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണം നായയോ അല്ലെങ്കിൽ മൃഗങ്ങളെയോ ഇതിനൊക്കെ പരിചരിച്ച് കഴിവുള്ളതിനെ നോക്കുന്നതാണ് സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. എഴുത്ത് പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒന്ന് ജനറൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ചോദ്യങ്ങളുണ്ടാകും, ജനറൽ അവയർനെസ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടാകും, ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടാകും.
അത് ഓരോ തസ്തികകൾക്കും വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. സ്റ്റെനോഗ്രാഫറിന് ഏകദേശം ഒരെണ്ണം തന്നെ 50 മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട്. ടോട്ടലായിട്ട് അവർക്ക് 150 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പിന്നെ അനിമൽ അറ്റൻഡൻ്റ് ആയിട്ടുള്ളവർക്ക്, ലബോറട്ടറി അറ്റൻഡൻ്റ് ആയിട്ടുള്ളവർക്ക് 100 മാർക്കിനുള്ള ചോദ്യങ്ങളേ ഉള്ളൂ. പിന്നെ സ്റ്റോർ കീപ്പർക്കുള്ളവർക്ക് വെറും 100 മാർക്കിനുള്ള ചോദ്യങ്ങളേ ഉള്ളൂ. അതും ജനറൽ ഇൻ്റലിജൻസും ജനറൽ അവയർനെസ്സും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ചും ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചൊക്കെയാണ് ഈ സ്റ്റോർ കീപ്പറിലായിട്ടുള്ളവർക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓരോ തസ്തികകൾക്കും ചോദ്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്. ചില തസ്തികകൾക്കുള്ള സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ. ചില തസ്തികൾക്ക് ചിലപ്പോൾ ടഫായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. എക്സാം എഴുതുവാനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതേ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നമ്മുടെ ഗൂഗിളിലോ ക്രോമിലൊക്കെ പോയി കഴിഞ്ഞ് ഈ പറഞ്ഞ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന സ്ഥാപനം ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ അതിനുള്ള എക്സാമും അതിനുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ നെറ്റിനകത്ത് കയറി ചിലപ്പോൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് ചുമ്മാ ഇരിക്കുകയല്ല, ഗൂഗിളിലൊക്കെ കയറി നിങ്ങൾ അതിനെ സെർച്ച് ചെയ്ത് നോക്കുക. അതിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറോ മുൻകാലങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ബൈഹാർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോയി എക്സാം എഴുതുമ്പോൾ വേഗത്തിൽ എക്സാം എഴുതുവാനും പാസ്സാകുവാനൊക്കെ ഇടയായിത്തീരും. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർക്ക് ചെറിയൊരു ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഫീസ് അടയ്ക്കേണ്ടാത്തവർ, ഒന്ന് SC അടയ്ക്കേണ്ട, ST അടയ്ക്കേണ്ട. അതുപോലെ തന്നെ സ്ത്രീകൾ ഏത് വിഭാഗമായാലും കുഴപ്പമില്ല, സ്ത്രീകൾ ആരും 1 രൂപ പോലും ഫീസ് അടയ്ക്കേണ്ട. OBC കാറ്റഗറി, ജനറൽ കാറ്റഗറി മാത്രമാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഇപ്പോൾ ജനറൽ കാറ്റഗറി സ്ത്രീകൾ പോലും ഫീസ് അടയ്ക്കേണ്ട, സ്ത്രീകൾ ആരും 1 രൂപ പോലും ഫീസ് അടയ്ക്കേണ്ട. OBC കാറ്റഗറി ജെൻസ് ആയിട്ടുള്ളവരും ജനറൽ കാറ്റഗറിയിൽ ജെൻസ് ആയിട്ടുള്ളവരാണ് 200 രൂപ ഫീസ് അടയ്ക്കേണ്ടത്. ഫീസ് അടയ്ക്കേണ്ടത് ഇന്ത്യൻ പോസ്റ്റ് ഓർഡർ വഴിയാണ് ഫീസ് അടയ്ക്കേണ്ടത്. നിങ്ങൾ DD എടുക്കണം. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന പേരിൽ 200 രൂപ DD എടുത്തിട്ട് വേണം. എന്നിട്ട് അത് ഇന്ത്യൻ പോസ്റ്റൽ ഓർഡർ വഴി അയച്ചു കൊടുക്കണം. അത് നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാർ, OBC കാറ്റഗറിയിലെ പുരുഷന്മാരും ജനറൽ കാറ്റഗറിയിലുള്ള പുരുഷന്മാർ മാത്രമാണ് 200 രൂപ ഫീസ് അടയ്ക്കേണ്ടത്. മറ്റുള്ള ആരും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ജോലിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഇനിയും ഈ ജോലിയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഇതിന് ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെബ്സൈറ്റ് പറയാം, www.nihfw.org എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴിയായിട്ടാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റ് വഴി അപേക്ഷിക്കുമ്പോൾ ആദ്യമേ നിങ്ങളുടെ സ്പീഡ് പോസ്റ്റിനകത്ത് ആദ്യം എഴുതേണ്ടത് നിങ്ങൾ ഏത് തസ്തികയ്ക്കാണ് അപേക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ലബോറട്ടറി അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ ആദ്യമേ തസ്തികയുടെ പേര് ലബോറട്ടറി അറ്റൻഡൻറ്റ് എന്ന് മുമ്പിൽ എഴുതിയിരിക്കണം. കാരണം ഈ പോസ്റ്റ് അവിടെ ചെന്ന് എത്തുമ്പോൾ അവർ തുറന്ന് വായിക്കുന്നതിന് മുമ്പ് തന്നെ ഏത് തസ്തികയ്ക്കാണ് അപേക്ഷിച്ചിരിക്കുന്നത് പെട്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. അതിനുശേഷം നിങ്ങൾക്ക് അഡ്രസ്സ് എഴുതാവുന്നതാണ്. അഡ്രസ്സ് പറയാം, ഡെപ്യൂട്ടി ഡയറക്ടർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ബാബ ഗ്യാങ് നാഥ് മാർഗ്, മുനീർക്ക, ന്യൂഡൽഹി. പിൻകോഡ് പറയാം 110067 എന്ന അഡ്രസ്സിലാണ് സ്പീഡ് പോസ്റ്റ് വഴി ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. ഏത് തസ്തികയ്ക്കാണെന്നുള്ളത് പോസ്റ്റിൽ ആദ്യം എഴുതിയില്ലെങ്കിലും ഏറ്റവും താഴെയെങ്കിലും എഴുതാം. നിങ്ങൾക്ക് ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ച് താഴെ എഴുതാവുന്നതാണ്. രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റ് വഴി തന്നെ അപേക്ഷിക്കണം, അല്ലാതെ ഈ പോസ്റ്റ് അപേക്ഷിക്കരുത്, റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ സെൻട്രൽ ഗവൺമെൻറ്റിനൊക്കെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ നല്ല ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ കൈപ്പടയിലൊക്കെ എഴുതി കൊടുക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം ഈ പോസ്റ്റ് അവിടെ ചെന്ന് എത്തുമ്പോൾ അവർക്ക് എടുത്ത് വായിക്കുമ്പോൾ കുറച്ചൊക്കെ നല്ല ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് കൂടുതൽ ശ്രദ്ധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ജോലിക്ക് വേണ്ടിയും കേരള സർക്കാരിൻ്റെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ നല്ല കൈപ്പടയിൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ നിങ്ങളുടെ അഡ്രസ്സൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഫോം. ഈ ആപ്ലിക്കേഷൻ ഏകദേശം 2-3 പേജുകൾ ആപ്ലിക്കേഷൻ്റെ ഫോം ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേര്, ഹസ്ബൻഡിൻ്റെ പേരുണ്ടെങ്കിൽ അത്, നിങ്ങളുടെ ഫാദറിൻ്റെ നെയിം, മദറിൻ്റെ നെയിം, നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ, ഫോൺ നമ്പർ, അഡ്രസ്സ്, ഇതെല്ലാം കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെ പഠിച്ചു, ഏത് ഇയർ കഴിഞ്ഞു, കുറേ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഒരിക്കലും കൊടുക്കരുത്. കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം കൊടുക്കുക.
കാരണം ഈ ഗവൺമെൻറ് ജോലിക്കൊക്കെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ജോലിക്ക് സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് തന്നെ നിങ്ങളത് ഫില്ല് ചെയ്യുക. പോസ്റ്റ് വഴി ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ പോസ്റ്റിനകത്ത് വെക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ കോപ്പി, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അതും വെക്കുക. പിന്നെ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് പ്രായത്തിലൊക്കെ ഇളവ് ലഭിക്കണമെങ്കിൽ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കുക. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ ഫോം ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്ത് അതിനകത്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് എടുത്ത ഫോട്ടോകളൊക്കെ ഒട്ടിക്കുക നിങ്ങളുടെ ഫോമിനകത്ത്. പഴയ ഫോട്ടോ ഒന്നും എടുത്ത് ഒട്ടിച്ച് കളഞ്ഞ് റീസെൻ്റായിട്ട് എടുത്ത ഫോട്ടോകളൊക്കെ ഒട്ടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. ജോലിയുടെ വേക്കൻസി വന്നിരിക്കുന്നത് ഓൾ ഓവർ ഇന്ത്യ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെ ജോലി കിട്ടും എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലും ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പോകുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ചിലപ്പോൾ ഡൽഹിയിലൊക്കെ ആയിരിക്കും ജോലി ലഭിക്കാൻ കൂടുതൽ ചാൻസ് എന്നാണ് പറയാൻ പറ്റുന്നത്. എന്നാലും അത് കൺഫേം അല്ല. കാരണം ഈ സ്ഥാപനമൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ 100-ൽ ഒരു 80% ഡൽഹിയിൽ കിട്ടാനാണ് ചാൻസ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്. മാക്സിമം ഒരുപാട് പേര് അപേക്ഷിക്കുക. കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് അപേക്ഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി മാസം 26-ാം തീയതി വരെയാണ് അപ്പോൾ സമയം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഫെബ്രുവരി മാസം 26-ന് മുമ്പ് തന്നെ ഓഫ്ലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഈ ജോലിയുടെ നോട്ടിഫിക്കേഷനിലെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ അകത്ത് തന്നെ ആപ്ലിക്കേഷൻ എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങളത് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെൻറ്ററുകളിലോ കമ്പ്യൂട്ടർ സെൻറ്ററുകളിലോ പോയി ഡൗൺലോഡ് ചെയ്ത് ഈ ജോലിയുടെ ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഓഫ്ലൈൻ വഴിയായിട്ട് തന്നെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും ഈ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ വെബ്സൈറ്റിൽ കയറി നോക്കുക. വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. ഈ ജോലിയുടെ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കേന്ദ്രത്തിൻ്റെയൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും. അവർക്കൊക്കെ ഈ ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായി തീരും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുന്നെങ്കിൽ, അതായത് ഈ ജോബിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതിരിക്കരുത്, തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുകളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.